എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SOPകളെ കുറിച്ചാണ്, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ. ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി വെക്കുന്നതും അത് ശരിക്കും നമ്മുടെ ജോലിയുടെ ഭാഗമായി മാറുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടല്ലേ? ആ വ്യത്യാസം എന്താണെന്നും അതെങ്ങനെ ഇല്ലാതാക്കാമെന്നും നമുക്ക് വിശദമായൊന്ന് നോക്കാം. ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. ട്രെയിനിംഗ് ഇല്ലാത്തൊരു SOP ഇല്ലാത്തതിന് തുല്യമാണ്. ഇത് വെറുതെ ആരോ പറയുന്നൊരു തമാശയല്ല. ഇത് റെഗുലേറ്ററി ഓഡിറ്റർമാർ തന്നെ നിരന്തരം ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോ ഈ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ? ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. പലയിടത്തും കാണുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് ഒരു SOP എഴുതി അത് അപ്രൂവ് ചെയ്ത് ഒരു ഫയലിൽ വെച്ചാൽ എല്ലാം കഴിഞ്ഞു, നമ്മൾ കംപ്ലൈന്റ് ആയി എന്ന്. പക്ഷെ ശരിക്കും അതൊരു മിഥ്യാബോധം മാത്രമാണ്. നമുക്ക് ആ ധാരണയെ ആദ്യം തന്നെ ഒന്ന് പൊളിച്ചെഴുതാം. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഒരു വശത്ത് നമ്മൾ വളരെ കൃത്യമായി എഴുതി അംഗീകരിച്ച് ഫയൽ ചെയ്ത SOP ഡോക്യുമെന്റ്, മറുവശത്ത് ഷോപ്പ് ഫ്ലോറിലെ യാഥാർത്ഥ്യം. അവിടെ ആളുകളുടെ ദിവസേനയുള്ള പ്രവൃത്തികൾ, അവരുടെ പഴയ ശീലങ്ങൾ, ചിലപ്പോൾ ജോലി എളുപ്പമാക്കാൻ അവർ കണ്ടെത്തുന്ന കുറുക്കുവഴികൾ, ഇതൊക്കെയാവും നടക്കുന്നത്. ഈ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അപ്പൊ ഈ കടലാസിലെ നിയമങ്ങളെയും യഥാർത്ഥ പ്രവൃത്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലം വേണ്ടേ? ആ പാലം എന്താണ്? മറ്റൊന്നുമല്ല, ഫലപ്രദമായ പരിശീലനം, അതായത് ഇഫക്റ്റീവ് ട്രെയിനിങ്. അതാണ് ആ പാലം. ഒരു നല്ല ട്രെയിനിങ്ങിന് ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും വേണം. ഒന്നാമതായി, എന്തിനാണ് ഈ SOP എന്ന് ജീവനക്കാരൻ മനസ്സിലാക്കണം. രണ്ടാമത്, ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് പഠിക്കണം. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. അവസാനം, ചെയ്ത ജോലി എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താം എന്നും അറിയണം. വെറുതെ ഒരു പേപ്പറിൽ ഒപ്പിട്ടു വാങ്ങുന്നതല്ല ശരിയായ പരിശീലനം, മറിച്ച് ആഴത്തിലുള്ള ഈ അറിവ് നൽകലാണ്. ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. ട്രെയിനിംഗ് എന്ന് പറയുന്നത് SOP നടപ്പിലാക്കിയതിന് ശേഷം ചെയ്യേണ്ട ഒന്നല്ല, അതിനു മുൻപ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ഒരു SOPയിൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെക്കുറിച്ച് എല്ലാവർക്കും വീണ്ടും പരിശീലനം നൽകണം. ഇത് നിർബന്ധമാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ട്രെയിനിംഗ് കൊടുക്കേണ്ടത്? പുതിയ ജോലിക്കാർക്ക് മാത്രം മതിയോ? ഒരിക്കലുമില്ല. ആ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും, അവർ പുതിയ ആളാകട്ടെ, കോൺട്രാക്റ്റിൽ വന്നവരാകട്ടെ, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരാകട്ടെ, എല്ലാവർക്കും ഈ പരിശീലനം ഒരുപോലെ അത്യാവശ്യമാണ്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത്, എഴുതിയതും ചെയ്യുന്നതും ഒന്നാണോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇവിടെയാണ് നടപ്പാക്കൽ, അതായത് ഇംപ്ലിമെന്റേഷൻ, പിന്നെ ഓഡിറ്റുകൾ എന്നിവയുടെ പ്രാധാന്യം വരുന്നത്. എന്താണ് ഈ നടപ്പാക്കൽ അഥവാ ഇംപ്ലിമെന്റേഷൻ? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ കടലാസിൽ എഴുതിവെച്ച നിയമങ്ങൾ യാഥാർത്ഥ്യത്തിൽ അതേപടി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഏതൊരു ക്വാളിറ്റി സിസ്റ്റത്തിന്റെയും യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് ഇവിടെയാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഓഡിറ്റർ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണില് എന്തായിരിക്കും? അവർ ശരിക്കും എന്താണ് അന്വേഷിക്കുന്നത്? അവരുടെ ജോലി വളരെ ലളിതമാണ്, പക്ഷെ വളരെ നിർണായകവുമാണ്. അവർ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യൂ. ഒന്ന്, നിങ്ങളുടെ SOP ഡോക്യുമെന്റ് എന്തു പറയുന്നു എന്നത്. 2, നിങ്ങളുടെ ഷോപ്പ് ഫ്ലോറിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത്. ഈ രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ലാതെ ഒത്തുപോകുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർക്കറിയേണ്ടത്. ഇനി ഈ രണ്ടിലും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം കണ്ടാൽ പോലും അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതൊരു ചെറിയ പിഴവല്ല, അതൊരു മേജർ കംപ്ലയൻസ് ഫെയിലിയറാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലെ വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് അതിനെ കണക്കാക്കുക. അപ്പോ എന്തൊക്കെയാണ് സാധാരണയായി ഓഡിറ്റുകളിൽ കാണുന്ന ഇത്തരം പരാജയങ്ങൾ? നമുക്ക് ഏറ്റവും സാധാരണമായ എന്നാൽ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നതുമായ ചില പ്രശ്നങ്ങൾ നോക്കാം. ഒന്നാമതായി, ട്രെയിനിംഗ് റെക്കോർഡ്സിലെ പ്രശ്നങ്ങൾ. ചിലപ്പോൾ റെക്കോർഡ് കാണില്ല, അല്ലെങ്കിൽ അത് അപൂർണമായിരിക്കും. രണ്ടാമത്തേതും നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നാണ്, വായിച്ചു നോക്കാതെ അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ ട്രെയിനിംഗ് അറ്റൻഡ് ചെയ്തു എന്ന് ഒപ്പിട്ടു കൊടുക്കുന്നത്. മൂന്നാമതായി, ഓരോ ഷിഫ്റ്റിലും ഒരേ ജോലി ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നാലാമത്തെ പ്രശ്നം, പുതിയ SOP വന്നിട്ടുണ്ടാവും, പക്ഷേ ആളുകൾ അപ്പോഴും അവരുടെ പഴയ ശീലങ്ങൾ തന്നെ തുടർന്നു പോകുന്നുണ്ടാവും. ഇവയെല്ലാം ഓഡിറ്റർമാർ പെട്ടെന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലേ? ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായും ഉണ്ട്.
SOPകൾ കടലാസിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിൽ കൃത്യമായി വരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാമെന്ന് നോക്കാം. പരിഹാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: തുടർച്ചയായ മേൽനോട്ടം. ഇതൊരു ഒറ്റത്തവണ ചെയ്യുന്ന കാര്യമല്ല. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായ ശ്രദ്ധയും മേൽനോട്ടവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായി നടക്കൂ. ഇവിടെ 2 വിഭാഗക്കാർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. ഒന്ന്, ക്വാളിറ്റി അഷ്വറൻസ് ടീം. അവർ കൃത്യമായ ഇടവേളകളിൽ SOPകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഔദ്യോഗികമായി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും സൂപ്പർവൈസർമാരും ദിവസേന ഷോപ്പ് ഫ്ലോറിൽ പോയി കാര്യങ്ങൾ SOP പ്രകാരമാണോ നടക്കുന്നതെന്ന് അനൗദ്യോഗികമായി നിരീക്ഷിക്കണം. ഈ 2 തരം പരിശോധനകളും ഒരുമിച്ച് പോകുമ്പോഴാണ് ശരിയായ ഫലം കിട്ടുന്നത്. ഇങ്ങനെ QA ടീമും ഡിപ്പാർട്ട്മെന്റ് നേതൃത്വവും ഒരുമിച്ച് സജീവമായി ഇടപഴകുമ്പോഴാണ് വെറും കടലാസിലുള്ള നിർദ്ദേശങ്ങൾ ജീവനുള്ള, ദിവസവും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയായി മാറുന്നത്. അപ്പോഴാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ ജീവൻ വയ്ക്കുന്നത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെയുള്ള SOPകൾക്ക് ജീവനുണ്ടോ? അതായത് അവ ദിവസവും പ്രവൃത്തിയിൽ വരുന്നുണ്ടോ? അതോ അവ വെറുമൊരു ഫയലിൽ ഭദ്രമായി ഉറങ്ങുകയാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇന്നത്തെ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.